ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ബൊക്കെ ഉണ്ടാക്കിയാലോ. വെറും ബൊക്കെയല്ല, ഫോട്ടോയും ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബൊക്കെയാണ് കേട്ടോ. ഇതൊരു ഹസ്ബൻഡ് വൈഫിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ബൊക്കെയാണ്. പറയാൻ വിട്ടുപോയി, ഇതിന്റെ കൂടെ ഫ്ലവറും കൂടെ വെക്കുന്നുണ്ട്. ബൊക്കെ ഉണ്ടാക്കുമ്പോൾ ബൊക്കെ ഷീറ്റ് നിർബന്ധമാണല്ലോ. അപ്പൊ ഇതൊരു വിധം എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ബൊക്കെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ അവിടെ കെട്ടെ, നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ബൊക്കെ ഒരുപാട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ എനിക്കറിയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെക്കാളും അറിയായിരിക്കും. ഫ്ലവേഴ്സും ചോക്ലേറ്റ്സും ഒക്കെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. വർത്താനത്തിന്റെ ഇടയിൽ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് വീണ്ടും ഒരു ബൊക്കെ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നത് 2 ഫുൾ ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ബൊക്കെയാണ്. അപ്പൊ നേരത്തെ നമ്മൾ കട്ട് ചെയ്തതിനെ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 4 പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റിനെ ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഷീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതാണ് മെയിൻ സംഭവം കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ഓരോ ഷീറ്റും സൈഡിലായിട്ട് വെച്ച് കൊടുക്കണം. എത്ര ഷീറ്റ് വെച്ചാലാണ് ഫില്ല് ആവുന്നത് അത്രയും ഷീറ്റ് വെക്കണം. ഇനി ഇത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് തന്നെ യൂസ് ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ. ഒരുവിധം 2 സൈഡിലും കവറായ സ്ഥിതിക്ക് ഇനി ചോക്ലേറ്റ്സ് വെക്കാം. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് 4 ഡയറി മിൽക്ക് ആണ്. തെർമോകോൾ പീസിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കുത്തി നിർത്തണം. ഇത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ കുത്തി വെച്ചിട്ട് അതിന്റെ മേലെ കൂടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ആണ് വേണ്ടത്. സ്റ്റിക്കിന്റെ മേലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 4-5 ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ, ഫ്രണ്ട് പോർഷൻ ഒന്ന് കവർ ചെയ്യണല്ലോ. അതിന് വേണ്ടിയിട്ട് ഷീറ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോയും ഞാൻ എടുക്കാൻ മറന്നു. അങ്ങനെ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈനൽ ടച്ചപ്പ് ആണ്. ഇനി ഒരു ചെറിയ ബർത്ത്ഡേ കാർഡൊക്കെ നമുക്കൊന്ന് ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലായിട്ട് റിബണും കൂടി കെട്ടിക്കഴിഞ്ഞാൽ സംഭവം റെഡി. വേറൊരു കാര്യം കൂടെ ഉണ്ട്. തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഗിവ് അവേ വിന്നറിന് അനൗൺസ്മെന്റ് ഉണ്ട്. ടോട്ടൽ 9 വിന്നേഴ്സിനായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്ലസ് എക്സ്ട്രാ 500 കമന്റ് വന്നു കഴിഞ്ഞാൽ ഒരു വിന്നറിനും കൂടെ സെലക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊന്നും ഞാൻ കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. 1000+ കമന്റ്സ് ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഈ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് നമ്മളെ കാര്യപരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. അതായത് നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. ഫസ്റ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ഫോട്ടോ ഫ്രെയിംസിന്റെ കളക്ഷൻസ് ആയിരുന്നു. 2 A5ന്റെ ഫോട്ടോ ഫ്രെയിമും ഒരു മിനി ഫ്രെയിമും ഒരു മൈക്രോ ഫ്രെയിമും. അപ്പൊ ഈ വിന്നർ ആരായിരുന്നാലും നമ്മൾ ഇതിൽ ഫോട്ടോ ഒക്കെ സെറ്റ് ആക്കിയിട്ടാട്ടോ വിന്നറിന് കൊടുക്കുക. അധികം കഥാപ്രസംഗം പറയുന്നില്ല, നമുക്ക് വിന്നറിനെ അനൗൺസ് ചെയ്യാം. ഒരുപാട് കമന്റ്സ് വന്നതുകൊണ്ട് റാൻഡം കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ടാണ് വിന്നറിനെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ ഫസ്റ്റ് വിന്നർ ഷെരീഫ നൌഷാദ് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് ആണ്. സെക്കൻഡ് പ്രൈസ് വന്നിട്ട് ഒരു മണി പിഗ്ഗി ബാങ്ക് ആയിരുന്നു. 1 lakh ഒക്കെ സേവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ്. ഇനി ഇതാർക്കാ കിട്ടുന്നത് നോക്കാം. സെക്കൻഡ് വിന്നർ രേവതി സദാനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിനാണ്. തേർഡ് പ്രൈസിനാണ് ഒരുപാട് പേര് കാത്തു നിൽക്കുന്നത്. അത് നമ്മുടെ പൊന്നൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരാൾ കൊണ്ടുപോയി. ഇനി ഫോർത്ത് പ്രൈസ് ഉള്ളത് ഒരു A5ന്റെ നോട്ട്ബുക്കും പിന്നെ 2 സ്റ്റിക്കേഴ്സിന്റെ സെറ്റും ആയിരുന്നു. ഇതാരാ കൊണ്ടുവന്ന് നോക്കണ്ടേ. എസ്തെറ്റിക് 406 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് ആണ്. ഫിഫ്ത് പ്രൈസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒരു സ്റ്റിക്കർ സെറ്റും പിന്നെ ഒരു A5ന്റെ നോട്ട്ബുക്കും ആയിരുന്നു. അപ്പൊ നമ്മളെ വിന്നർ ആയിരിക്കുന്നത് ഈ ഒരു അക്കൗണ്ട് ആണ്. ഇനി നമുക്ക് 6th പ്രൈസ് ആരാ നോക്കാം. ഒരു അടിപൊളി വാൾ ഡെക്കോർ ആണ്. 6th വിന്നർ ഫർവി അറക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് ആണ്. 7th പ്രൈസ് വന്നിട്ട് ഒരു A5ന്റെ ഫോട്ടോ ഫ്രെയിമും ഒരു മിനി ഫ്രെയിമും ആയിരുന്നു. അപ്പൊ വിന്നർ ആയിട്ടുള്ളത് ഹംസ കുഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. അടുത്തതായിട്ട് 8th പ്രൈസ് ആണ്. അതും ഒരു A5ന്റെ ഫോട്ടോ ഫ്രെയിമും ഒരു മിനി ഫ്രെയിമും ആയിരുന്നു. വിന്നർ ആയിട്ടുള്ളത് സിനീസ് വേൾഡ് 2733 ആണ്. ഇനി 9th വിന്നർ ആണ്. ആൾക്കുള്ള ഗിഫ്റ്റ് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ആണ്. ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രെയിം തന്നെയാണ് കേട്ടോ. പിന്നെ വിന്നർ ആരാന്ന് നോക്കാം. ദിൽന വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് ആണ്. ഇനി 500+ കമന്റ് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരാളെയും കൂടി സെലക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആൾക്കുള്ള ഗിഫ്റ്റ് ആണ് ഇത്. ജേർണലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റിക്കർ സെറ്റ് ആണ് കേട്ടോ. ഇനി ഇതാർക്കാ കിട്ടിയതെന്ന് നോക്കിയാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഫൈനൽ വിന്നർ ആയിട്ടുള്ളത് അവന്തിക KS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിനാണ്. അപ്പൊ എല്ലാ വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ്. വിന്നേഴ്സ് ആവാത്തവര് വിഷമിക്കേ വേണ്ട. നമുക്ക് ഇനിയും അടിപൊളി ഗിവ് അവേസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ പിടിക്കാം. അപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. എന്റെ മെയിൽ ID ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. വിൻ ചെയ്തവരൊക്കെ വേഗം തന്നെ ഇപ്പൊ കമന്റ് ചെയ്തിട്ടുള്ള യൂട്യൂബിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെയിൽ ആയിട്ട് അയക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ ബൈ.